ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈ സ്റ്റാർ കൂട്ടിനെ വെച്ചിട്ട് അടിപൊളി ഒരു അച്ചാറങ്ങ് തയ്യാറാക്കിയാലോ? അപ്പോൾ എങ്ങനെ തുടങ്ങാല്ലേ? പുള്ളിക്കാരനെ എടുത്ത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കുട്ടനെ നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒഴിക്കുന്നത് ഇളം ചൂട് വെള്ളം കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഒഴിക്കരുത്. ഒരു ഇളം ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഞാൻ ഉപ്പിട്ട് ചൂടാക്കിയ വെള്ളം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചൊരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതിനെ വാർക്കാനായിട്ട് ഇതുപോലെ സെറ്റാക്കി വെക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ള ചൂടൊക്കെ ഒന്ന് പോയി ഇരിക്കട്ടെ. ആ ടൈം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ആൾക്കാരെ തയ്യാറാക്കിയാലോ? ഒരു സ്പൂൺ കടുക് അങ്ങോട്ട് എടുക്കുക. കടുകടാ അങ്ങോട്ട് ഇടിച്ച് സെറ്റാക്കി എടുക്കുക. ഇതേപോലെ ഇടിച്ച് അതിൻ്റെ പരിപ്പ് വെളിയിൽ വരുന്ന രീതിയിൽ സെറ്റാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി കുട്ടനെ അതിലേക്കിട്ട് നന്നായി നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അതും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടുന്ന ഐറ്റംസ് നോക്കിയാലോ? വെളുത്തുള്ളി ഇടിച്ചത്, പിന്നീട് പച്ചമുളക്, ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞത്, പിന്നീട് നമ്മുടെ കടുകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും. അടി കട്ടിയുള്ളൊരു പാത്രം അങ്ങോട്ട് വെക്കുക. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് ഉലുവ ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ കടുകിനെ അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. ഇവർ 3 പേരും കൂടെ ആ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. നല്ലപോലെ മൂത്ത് വന്നപ്പം നമ്മൾ കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും നമ്മുടെ മുളകും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. അവർ 3-4 പേരങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പില കൂട്ടനെ അതിലേക്കിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടി ഐറ്റംസ് ചേർത്താലോ? ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർക്കുക, ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്തിട്ട് തീ കുറച്ച് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് കുഞ്ഞായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിനെ അതിലേക്ക് ഇടുക. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആ ചാറിലേക്ക് ഇതെല്ലാം പിടിച്ചു വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നന്നാക്കി ഇതേപോലെ സെറ്റാക്കി എടുക്കാം. ഇനി കുറച്ച് ഉലുവാപ്പൊടിയും കൂടി. ആ ഉലുവാപ്പൊടി അതിലേക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. സംഭവം റെഡിയായി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണെന്നേ. നിങ്ങൾ ഇതുവരെയെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി മസ്റ്റായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. ചൂടൊക്കെ ആറി അടുത്ത ദിവസമായപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ട് ഇനി ഒരു കുപ്പിയുടെ ഭരണി എടുക്കുക. നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന അച്ചാർ അതിലേക്ക് കോരി മാറ്റി സെറ്റാക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ അച്ചാർ, ഒരു രക്ഷയില്ലെന്നേ. നമ്മുടെ ഇന്നത്തെ ഈ സ്റ്റാർ ഫ്രൂട്ട് റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ കൂട്ടുകാരെ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി നാളെ കാണാം കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.